3 വേദികളാണ് അവിടെ ഒരുക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിവിധ വിഷയങ്ങളാണ് ഓരോ വേദികളിലും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള പാനൽ ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് ഉണ്ട്, അതിലെ പാനൽ തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ 3 വേദി എന്ന് പറയാൻ കാരണം ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം, അത് പൊതുവായി കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. അത് കഴിഞ്ഞാൽ ഒന്ന് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, അത് വരുന്നവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഒരു കാര്യം, ഒരു വേദി. 2, കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്രിയാത്മക നിർദ്ദേശങ്ങൾ വരുന്ന മുഴുവൻ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ ഇപ്പോൾ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി വരാൻ പോകുന്നു, എയർപോർട്ട് വരാൻ പോകുന്നു, അതോടൊപ്പം തന്നെ ഇപ്പോൾ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 146 കോടി രൂപയുടെ പ്രോജക്റ്റ് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. രണ്ട് ഘട്ടം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നിലയ്ക്കലെയും തീർന്നു, എരുമേലിയും തീർന്നു. ഇനി കഴക്കൂട്ടവും അതുപോലെ തന്നെ ആറ്റിങ്കലെയും ചെങ്ങന്നൂരിലെയാണ് തീരുമാനം ബാക്കി തീരാനുള്ളത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ വരുന്ന തീർത്ഥാടകർക്ക് ഇന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒക്കെ തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം അവരുടെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തരാനുള്ള അവസരം ഉണ്ടാക്കും. ഇത് 2ാമത്തെ സെഷൻ. 3ാമത് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്ന രംഗത്തേക്ക് ക്രിയാത്മകമായ നിർദ്ദേശം അവരുടെ ഭാഗത്ത് എന്തുണ്ട് അത് സ്വീകരിക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള വേദി എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. അത് നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയതിന് ശേഷം അവിടെ കൂടിയ പ്രതിനിധികളൊക്കെയായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടവരൊക്കെയായി കൂടി ആലോചിച്ച് അവസാനമായി തീരുമാനമെടുക്കും. എല്ലാ സംസ്ഥാനത്തു നിന്നും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുന്ന രൂപത്തിൽ നമ്മൾ വിവിധ സംഘടനകൾ, നമ്മൾ ഒരു അയ്യപ്പന്മാർ ഇവിടെ വന്നു പോയിട്ടുള്ളവരാണ് ക്ഷണിച്ചിട്ടുള്ളത്. വന്നു പോയിട്ടുള്ളവരും വിവിധ സംഘടനകൾ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, അവർക്ക് 28 സംസ്ഥാനങ്ങളിൽ യൂണിറ്റ് ഉണ്ട്. അവരിവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട് സ്ഥിരമായി. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളവരാണ് ഇതിനകത്ത് പ്രതിനിധികളായി സെലക്ട് ചെയ്ത് അവരയക്കുന്നത്. അതുപോലെ തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരായി ഇവിടെ എത്തിച്ചേരും. ദേവസ്വം ബോർഡിൽ അതിൻ്റെ എല്ലാം കണക്കുണ്ട്. അവർ ആ ക്യൂ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ, വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എടുത്തിട്ടുള്ള കണക്കും അതെല്ലാം വെച്ച് ആശയവിനിമയം നടത്തിയിട്ടാണ്. പിന്നെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ പ്രതിനിധികൾ, എല്ലാം പ്രതിനിധികളെയാണ്, അല്ലാതെ വലിയൊരു ഭക്തജന പ്രവാഹമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ പ്രതിനിധികളെ ക്ഷണിച്ചിട്ട് അവരുടെ അഭിപ്രായം കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിന് നമുക്ക് വരുന്നതായിട്ട് മെസ്സേജ് തിരിച്ചു തന്നിട്ടുള്ളത്, ഒന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്ന് 2 മന്ത്രിമാർ പങ്കെടുക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ IT വകുപ്പ് മന്ത്രിയുമാണ് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ സക്സേന പങ്കെടുക്കും എന്ന കാര്യം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി പങ്കെടുക്കുന്നതായിട്ട് ഒരു ലെറ്റർ വന്നിരുന്നു. അത് സംബന്ധിച്ച് വീണ്ടും ലെറ്റർ പുറകെ അയക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ബാക്കിയുള്ളതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ നമ്മൾ 3000 ആണ് ചേച്ചി, 10 അതിനേക്കാൾ കൂടുതൽ ബുക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷേ സംഘടനയുടെ അത് അവസാന തീരുമാനം ബോർഡാണ് എടുക്കുന്നത്, ദേവസ്വം ബോർഡ്. അവർ കൂടി നോക്കിയിട്ട് സ്ഥിരമായി ഇവിടെ വന്നു പോകുന്നവർക്ക് മുൻഗണന കൊടുക്കും. പുതിയ രജിസ്ട്രേഷൻ ഇല്ല. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ ചർച്ചകളും മറ്റു കാര്യങ്ങൾ നടക്കാൻ പാടായിരിക്കും. പിന്നെ അല്ലേതൊരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന പരിപാടിയായി മാറും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നേരത്തെ ധരിച്ചിരുന്ന ഇതാണ്ട് ആളെ കൂട്ടി ബഹളം ഉണ്ടാക്കി പോകുന്ന പരിപാടി അതല്ല ഉദ്ദേശിച്ചത്. ഇത് കൃത്യമായി ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന സൗകര്യം ഭാവിയിൽ എങ്ങനെ ഉയർന്നു വരണം എന്നത് സംബന്ധിച്ച ആശയവിനിമയം നടത്താനുള്ള ഒരു വേദി എന്ന രൂപത്തിൽ തന്നെ പ്രതികളെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തുക. എല്ലാവർക്കും ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് താമസ സൗകര്യം കൊടുക്കേണ്ടതില്ല. അതുപോലെ തമിഴ്നാട് തൊട്ടടുത്തുനിന്ന് വരുന്നവർക്കൊന്നും താമസ സൗകര്യത്തിൻ്റെ പ്രശ്നമില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും ഉത്തരപൂർവ്വ ഭാരതത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെയാണ്, ഒരുപാട് ദൂരെ നിന്ന് വരുന്നവർക്കാണ്. അതെല്ലാം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നോംസിന് വിധേയമായിട്ടായിരിക്കും അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളും അതുപോലെ തന്നെ മറ്റ് പത്തനംതിട്ട ആസ്ഥാനത്തെയും അടൂരിൽ, തിരുവല്ലയിൽ, ഒപ്പം എരുമേലി, കോട്ടയം, കുമരകം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് സങ്കേതങ്ങളുമാണ് ഇപ്പോൾ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്ന പ്രതിനിധികൾക്കായിട്ട്. ഫൊക്കാനയുടെ പ്രതിനിധികൾ ഇവിടെ വന്നു പോകുന്ന കൂട്ടരുണ്ട്, അവർ അപേക്ഷ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ 35ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇവിടെ വന്നു പോകുന്നവർ അപേക്ഷ തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് സ്ഥിരമായി വരുന്നവർക്കാണ് അതിൽ മുൻഗണന കൊടുക്കുക. ഇല്ല, അദ്ദേഹം നടത്തിയില്ല. എപ്പോൾ അദ്ദേഹം നടത്തിയാലും അദ്ദേഹം സ്ഥലത്ത് ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ മെമ്പർമാരെയോ വകുപ്പ് മന്ത്രിയെന്നുള്ളേക്ക് ഞങ്ങൾ ആരെയെങ്കിലും ഏത് തരത്തിൽ ബന്ധപ്പെട്ടാലും അതിന് കൃത്യമായി അദ്ദേഹം പറയുന്നിടത്ത് എത്താനും സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അദ്ദേഹം ചെന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൗകര്യം കൊടുത്തില്ല എന്ന് പ്രസിഡന്റ് സംസാരിച്ചു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം.
ദ്വാരപാലകരെ മാറ്റി അപ്പോൾ അത് വലിയ വിമർശനം അത് ദേവസ്വം ബോർഡാണ് കാര്യം, നമ്മൾ ഇടപെടുന്ന വിഷയമല്ല. വീഴ്ച എന്തെങ്കിലും പറ്റിയിട്ട് തോന്നുന്നു? ഇല്ല, ഞാൻ നോക്കിയിട്ട് ദേവസ്വം ബോർഡ് അതിനകത്ത് പിന്നെ അതിൻ്റെ വിശദീകരണത്തിനകത്ത് മറ്റെന്തെങ്കിലും വീഴ്ചയില്ല. കാരണം തന്ത്രികളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമായി അത് ചെയ്യണം നിർദ്ദേശിച്ചു. മേൽശാന്തികളോടും ആലോചിച്ച് ബന്ധപ്പെട്ടവരോടും ആലോചിച്ച് അവർ കൃത്യമായി അവിടുത്തെ പോലീസ് സെക്യൂരിറ്റി സംവിധാനത്തോടു കൂടിയാണ് അത് കൃത്യമായി ഗ്യാരൻറ്റിയോട് ചെയ്തവരുടെ മുമ്പിൽ തന്നെ കൊടുത്ത് ആ പോരായ്മ നികത്താൻ വേണ്ടി ചെയ്തതെന്ന് കൃത്യമായി ഇന്ന് വിശദീകരണം ബോർഡിൻ്റെ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അതിനകത്ത് വേറെ ഒരു തെറ്റായ കാര്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളും ഇല്ല.